റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പോയ വാരം 2 മഹാരഥന്മാർ വിടവാങ്ങിയ ദിനങ്ങൾ മലയാളികൾ കണ്ടു. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MTയും ലോകപ്രശസ്തനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും, ഈ 2 വിശിഷ്ട വ്യക്തികൾക്കും റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ വിട പറഞ്ഞു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു MT വാസുദേവൻ നായർ. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അദ്ദേഹം അന്തരിച്ചത്. അങ്ങനെ മലയാളിയുടെ മനസ്സിലെ അർത്ഥദീർഘമായ അദ്വയാക്ഷരം കാലം കവിഞ്ഞു. പുരാണങ്ങളെ പൊളിച്ചെഴുതിയ ആ എഴുത്തുകുലപതി ഒരു ഓർമ്മയായി മാറി. എഴുത്തിന്റെ രസതന്ത്രം വിദ്യാഭ്യാസമല്ല ജീവിതമാണെന്ന് ബോധിപ്പിച്ച ആ അത്ഭുത പ്രതിഭ ഇനി നമ്മളോടൊപ്പമില്ല. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ പറയാനുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിയ ആ സർഗ തീവ്രത നമ്മിൽ നിന്ന് വിടവാങ്ങി. നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടലൂരിലായിരുന്നു MTയുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, 2-ാം ഊഴം, വാരാണസി തുടങ്ങിയ പ്രധാനപ്പെട്ട നോവലുകൾ മലയാളികൾക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. സാഹിത്യ ജീവിതത്തിന്റെ സ്വാഭാവിക പരിണാമമായിരുന്നു MTക്ക് സിനിമയും. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത്. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ 50-ലേറെ ചിത്രങ്ങളുടെ പിന്നണിയിലും MT ഉണ്ടായിരുന്നു. 2005 രാജ്യം MTയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. MT ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമാല്യം 1973 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇതിനു പുറമെ 30-ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ MTയുടെ പ്രവചനാത്മകതയ്ക്ക് മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ മടക്കം വരാതിരിക്കില്ല എന്ന ഒറ്റവാക്കുകളുടെ പ്രതീക്ഷയുടെ ഒരു പ്രപഞ്ചത്തെ മനസ്സിലൊതുക്കിയ കാലത്തിന്റെ ആ മഹാപ്രഭാതത്തിന് നന്ദി. MT വാസുദേവൻ നായർക്ക് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2004 മെയ് 22 മുതൽ തുടർച്ചയായി 10 വർഷക്കാലം രാജ്യത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം. 1957 ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടിയ അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhilലും പൂർത്തിയാക്കി. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയോഗിക്കപ്പെട്ടു. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1991-96 കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി. സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ലോകം അംഗീകരിച്ചു. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള ഡോക്ടർ സിംഗിന് 1987 ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം ഈ വർഷം ഏപ്രിലിൽ വിരമിച്ചു. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. പോയ വാരത്തെ മറ്റു പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അമേരിക്കയിൽ ആണും പെണ്ണും മതിയെന്നും ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്നും സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണും പെണ്ണും എന്ന 2 ജെൻഡർ മാത്രമെന്നത് അമേരിക്കയുടെ ഔദ്യോഗിക നയമാണെന്നും ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഫീനിക്സിൽ നടന്ന ചടങ്ങിലായിരുന്നു ട്രംപിന്റെ ഈ വിദ്വേഷ പ്രസംഗം. പ്രസംഗത്തിൽ ട്രംപ് തന്റെ വരാനിരിക്കുന്ന പദ്ധതികളെപ്പറ്റിയും വിവരിച്ചു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ രാജ്യത്വം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചത് തങ്ങൾ തന്നെയെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ. പ്രതിരോധ മന്ത്രിയായ കട്സാണ് ഹനിയെ കൊല്ലപ്പെട്ടിട്ട് 5 മാസത്തിന് ശേഷം സ്ഥിരീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസ് മാത്രമല്ല, ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബാഷർ അൽ ആസാദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതുമെല്ലാം തങ്ങളാണെന്നും ഇസ്രായേൽ കട്സ് പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഖത്താർ കേന്ദ്രീകരിച്ച് ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാവായിരുന്നു ഹനിയ. അണ്ണാ സർവകലാശാല ലൈംഗികാതിക്രമ കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിൽ ചെന്നൈ പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഡോക്ടർ അരുൺ IPSനെതിരെയാണ് നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഡിസംബർ 23 രാത്രി 8 മണിയോടെയാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ 2-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത്. പള്ളിയിൽ പോയ പെൺകുട്ടി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. കോട്ടുപുരം സ്വദേശി ജ്ഞാനശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ. കായിക വിശേഷങ്ങൾ.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് വീണ്ടും ജയം. ഇപ്സ്വിച്ച് ടൗണിനെതിരെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഗണ്ണേഴ്സ് വിജയം സ്വന്തമാക്കിയത്. പ്രീമിയർ ലീഗ് സീസണിൽ ആഴ്സണലിന്റെ തുടർച്ചയായ രണ്ടാം വിജയമാണ്. ഇതോടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറാനും ആഴ്സണലിന് സാധിച്ചു. 18 മത്സരങ്ങളിൽ 10 ജയിച്ച ആഴ്സണലിന് 36 പോയിന്റാണുള്ളത്. 17 മത്സരങ്ങളിൽ നിന്ന് 42 പോയിന്റുള്ള ലിവർപൂളാണ് ഒന്നാമത്. നിലവിലെ ചാമ്പ്യന്മാരായ മാൻ സിറ്റി 18 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുമായി 7ാം സ്ഥാനത്താണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.